സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വായ്പാ തിരിച്ചടവ് മുടങ്ങിയവർക്ക് കൈത്താങ്ങായി ആശ്വാസ് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ഹോസ്ദുർഗ് താലൂക്കിൽ തുടക്കമായി. തൃക്കരിപ്പൂർ ഫാർമേഴ്സ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ആശ്വാസ് പദ്ധതിയുടെ താലൂക്ക് തല ഉദ്ഘാടനം സന്ദീപ് വാര്യർ MLA നിർവഹിച്ചു. സഹകരണ സംഘങ്ങളിൽ നിന്നും വായ്പയെടുത്ത് പല കാരണങ്ങളാൽ തിരിച്ചടവ് മുടങ്ങിയവർക്ക് ഒറ്റത്തവണ തീർപ്പാക്കലിന് അവസരമൊരുക്കിയാണ് സംസ്ഥാന സഹകരണ വകുപ്പ് ആശ്വാസ് പദ്ധതിയിലൂടെ ഒറ്റത്തവണ തീർപ്പാക്കൽ നടപ്പാക്കിയിട്ടുള്ളത്. ഓൺലൈൻ ലോൺ ആപ്പ് സംഘങ്ങളുടെ തട്ടിപ്പുകളിൽപ്പെട്ട് ദുരിതമനുഭവിക്കുന്നവർക്ക് രക്ഷ നേടാനുള്ള നടപടികൾക്കായി നിയമസഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിവരികയാണെന്ന് ആശ്വാസ് പദ്ധതിയിലൂടെ താലൂക്ക് തല ഉദ്ഘാടനം നിർവഹിച്ച് സന്ദീപ് വാര്യർ MLA നീണ്ട കരഘോഷങ്ങൾക്കിടയിൽ പറഞ്ഞു. മാനേജർമാരുടെ മുറികളിലേക്ക് ധനാഢ്യർക്കും സർക്കാർ ജോലിക്കാർക്കും മാത്രം പ്രവേശനം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ നാട്ടിലെ പാവപ്പെട്ടവർക്കും കർഷകർക്കും ഒക്കെ കൈത്താങ്ങായി മാറിയത് സഹകരണ പ്രസ്ഥാനങ്ങളാണ്, സഹകരണ ബാങ്കുകളാണ്. ഐക്യ നാണയ സംഘമായി രൂപപ്പെട്ട് പിന്നീട് സഹകരണ ബാങ്കുകളും വലിയ പ്രസ്ഥാനങ്ങളുമായി മാറി ഒട്ടേറെ സഹകരണ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പെൺമക്കളെ വിവാഹം നടത്താൻ, ചികിത്സ നടത്താൻ, വിദ്യാഭ്യാസ ചെലവുകൾക്കൊക്കെ ഏറ്റവും അടുത്ത് ആശ്രയിക്കാവുന്ന സ്ഥാപനങ്ങളായിട്ട് ഈ സഹകരണ ബാങ്കുകൾ വളർന്നു. നമ്മുടെ നാട്ടിൽ ഒട്ടേറെ കുടുംബങ്ങൾക്ക് ഇത്തരം സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി കിട്ടി. അതുകൊണ്ട് തന്നെ ഇത്തരം സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ നിലനിന്നു പോകേണ്ടത് ഈ സ്ഥാപനങ്ങളിൽ അംഗത്വമുള്ള സഹകാരികളുടെയും ഇതിലെ ജീവനക്കാരുടെയും പൊതുവെ സമൂഹത്തിന്റെയും ആവശ്യമാണ്. അടുത്ത കാലത്തായി ചില തെറ്റായിട്ടുള്ള പ്രവണതകൾ ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. നമ്മൾ പല ജില്ലകളിൽ നിന്നും അത്തരത്തിലുള്ള ചില വാർത്തകൾ കേട്ടു. ഒരുപാട് പാവപ്പെട്ട മനുഷ്യർക്ക്, നമ്മളെയൊക്കെ വിശ്വസിച്ച് ഇത്തരം സ്ഥാപനങ്ങളിൽ നിക്ഷേപിച്ച ഒരുപാട് പാവപ്പെട്ട മനുഷ്യർക്ക് പ്രയാസമുണ്ടാക്കുന്ന ചില വാർത്തകളും അനുഭവങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ അതൊക്കെ സംസ്ഥാനത്തുള്ള ആയിരക്കണക്കിന് സഹകരണ സ്ഥാപനങ്ങളിൽ, സഹകരണ സംഘങ്ങളിൽ വിരലിലെണ്ണാവുന്ന സ്ഥാപനങ്ങളിൽ മാത്രമാണ് എന്നുള്ളത് ശ്രദ്ധേയമാണ്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ ഇത്തരം തട്ടിപ്പുകാരുടെ ആപ്പുകളിൽപ്പെട്ട് വലയുകയാണ്. ഈ സാഹചര്യത്തിലാണ് നമ്മുടെ നാട്ടിലെ സഹകരണ സംഘങ്ങളുടെ പ്രസക്തി നാം തിരിച്ചറിയേണ്ടതെന്നും MLA പറഞ്ഞു. തൃക്കരിപ്പൂർ ഫാർമേഴ്സ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് C. രവി അധ്യക്ഷത വഹിച്ചു. സഹകരണ വകുപ്പ് കാസർഗോഡ് ജോയിന്റ് രജിസ്ട്രാർ S. കണ്ണൻ മുഖ്യാതിഥിയായി. പ്ലാനിംഗ് അസിസ്റ്റന്റ് രജിസ്ട്രാർ C. സുനിൽകുമാർ പദ്ധതി വിശദീകരിച്ചു. സഹകരണ സംഘം ഹോസ്ദുർഗ് അസിസ്റ്റന്റ് രജിസ്ട്രാർ NR ബിന്ദുമോൾ, തൃക്കരിപ്പൂർ ഫാർമേഴ്സ് ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ C. സേതുമാധവൻ, വിവിധ സഹകരണ സ്ഥാപനങ്ങളുടെ പ്രസിഡന്റുമാരായ VK ശശിധരൻ, PV കണ്ണൻ മാസ്റ്റർ, M. ഹാജിറ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.